നമ്മുടെ സമൂഹത്തിൽ ഒറ്റയ്ക്ക് ജീവിക്കുന്ന നിരവധി സ്ത്രീകളുണ്ട്. ഭർത്താവ് നഷ്ടപ്പെട്ടവരും വിവാഹബന്ധം വേർപിരിഞ്ഞവരുമായ ചില യുവതികളെങ്കിലും മറ്റൊരു സൗഹൃദം ആഗ്രഹിക്കാം. എന്നാൽ ആ ബന്ധവും ദുരിതപൂർണമാണെങ്കിലോ? തിരുവനന്തപുരം കടക്കാവൂരിലെ വിജി ഭർത്താവുമായി അകന്ന ശേഷമാണ് അനു എന്ന യുവാവുമായി അടുപ്പത്തിലായത്. പിന്നീട് ഇരുവരും ഒന്നിച്ചായിരുന്നു താമസം. പക്ഷെ വിജിയും അനുവും തമ്മിൽ പ്രശ്നങ്ങൾ പതിവായി. അതിനിടെ ഇരുവരും തമ്മിലുള്ള കലഹം തെരുവിലേക്ക് നീണ്ടു. ഒടുവിൽ പൊതുനിരത്തിൽ വെച്ച് യുവതിക്ക് നേരെ ക്രൂരമായ ആക്രമണം. കടക്കാവൂർ സ്വദേശിനി വിജിയെ വെട്ടിക്കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ ആൺസുഹൃത്ത് അനുവിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. തിരുവനന്തപുരം കടക്കാവൂർ ചാവടിമുക്കിലാണ് നാടിന് നടുക്കിയ അതിക്രമമുണ്ടായത്. കടക്കാവൂർ വയൽത്തിട്ട വീട്ടിൽ വിജിയാണ് ആക്രമണത്തിനിരയായത്. 38 വയസ്സുകാരിയായ വിജി ആദ്യ ഭർത്താവിൽ നിന്ന് 5 വർഷം മുൻപ് വിവാഹമോചനം നേടിയിരുന്നു. പിന്നീട് കുറച്ചുകാലത്തിനു ശേഷം ഈ അക്രമം നടത്തിയ അനുവിനൊപ്പമായിരുന്നു താമസം. ആദ്യ വിവാഹമോചനത്തിനു ശേഷമാണ് അനുവിനെ വിജി പരിചയപ്പെട്ടതും പ്രണയത്തിലായതും ഒന്നിച്ചു താമസിക്കുന്നതിലേക്ക് നയിച്ചതും. ഇപ്പോൾ വിജി കോട്ടയത്താണ് ജോലി ചെയ്യുന്നത്. മുന്നറിയിപ്പില്ലാതെ കോട്ടയത്ത് നിന്ന് വന്ന വിജി അനു ജോലി ചെയ്യുന്ന വർക്ക്ഷോപ്പിലെത്തി. അവിടെ വെച്ച് രണ്ടുപേരും തമ്മിൽ തർക്കമുണ്ടായി. വർക്ക്ഷോപ്പിൽ നിന്ന് വഴക്കിട്ട് തൊട്ടടുത്ത റോഡിലേക്ക് ഇറങ്ങിയ വിജിയെ പിന്നാലെ എത്തിയ അനു വെട്ടുകത്തികൊണ്ട് വെട്ടുകയായിരുന്നു. വെട്ടേറ്റതിനെ തുടർന്ന് നിലവിളി കേട്ട ആളുകൾ ഓടിയെത്തിയപ്പോഴേക്കും ചോര വാർന്ന് ബോധരഹിതയായി വിജി റോഡിൽ വീണു. 2 കൈകളിലും വെട്ടേറ്റിട്ടുണ്ട്. ഒരു കൈപ്പത്തി അറ്റുപോയി. അറ്റുപോയ കൈപ്പത്തിയുമായി ചോര വാർന്നു കിടന്ന വിജിയെ നാട്ടുകാർ ഉടൻ തന്നെ ചിറയൻകീഴ് താലൂക്ക് ആശുപത്രിയിലെത്തിച്ചു. അടിയന്തര ചികിത്സ നൽകിയ ശേഷം വിദഗ്ധ ചികിത്സയ്ക്കായി തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് എത്തിച്ചെങ്കിലും തുന്നിച്ചേർക്കാനാകാത്ത വിധമായിരുന്നു അറ്റുപോയ കൈപ്പത്തി. ഒന്നിച്ച് താമസിക്കുന്ന സമയത്ത് വിജിയും അനുവും തമ്മിൽ മിക്ക ദിവസവും വഴക്കായിരുന്നുവെന്ന് അയൽവാസികൾ പറയുന്നു. അക്രമം നടന്ന സ്ഥലത്തുനിന്ന് ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ച അനുവിനെ നാട്ടുകാർ പിടികൂടി പോലീസിൽ ഏൽപ്പിച്ചു. ജോലിസ്ഥലമായ കോട്ടയത്ത് നിന്ന് എന്തിനാണ് വിജി തിരക്കിട്ട് കടക്കാവൂരിലെത്തി അനുവിനെ വർക്ക്ഷോപ്പിൽ വന്ന് കണ്ടതെന്നോ എന്തിനാണ് തർക്കമുണ്ടായതെന്നോ വ്യക്തമല്ല. നേരത്തെയും വിജിയെ അപായപ്പെടുത്താൻ അനു ശ്രമിച്ചിട്ടുള്ളതായി നാട്ടുകാർ പറയുന്നു. ന്യൂസ് 18 ആറ്റിങ്ങൽ. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.